രുദ്ര സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒരു പെൺകുട്ടിയെ റാഗ് ചെയ്തതിനാണ് രുദ്രന് അരുണിൻ്റെ ഗ്യാങ്ങിൽ നിന്നും പോയത്. തെറ്റ് കണ്ടാൽ അതിന് ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലാണ് കക്ഷി. കോളേജിലെ താരമാണ്, നല്ലവനായ സുന്ദരൻ. ഇവനും രുദ്രനെ പോലെ തന്നെയാണ്. സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പാവം, പക്ഷേ ദേഷ്യം വന്ന കൊലകൊമ്പൻ. ഗേൾസിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിന്നെ ആരാ എന്താണെന്ന് നോക്കില്ല. അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. രുദ്രൻ്റെ വലം കൈയാണ്. പല പെൺകുട്ടികളുടെയും ആരാധന പാത്രമാണ് രണ്ടുപേരും. ഏത് നേരത്താണാവോ അവളുടെ ഉത്തര പേപ്പർ എല്ലാവരുടെയും മുന്നിൽ പറയാൻ തോന്നിയത്. ആ രുദ്രന് സൂക്ഷിക്കേണ്ടിയിരുന്നു അവൻ്റെ ഒരു കിണി. അവൾക്ക് അവനോട് ഒരു ക്രസ് തോന്നിക്കാണും. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമൽ ഓരോന്ന് പിറുപിറുത്തു കൊണ്ട് നടന്നപ്പോഴാണ് അച്ചുവിനെ കൂട്ടിയിടിച്ചത്. ആരുടെ അമ്മയ്ക്ക് വായ്ഗുളിക വാങ്ങാനാ പോവുണട് മോനെ? അമൽ പൊട്ടിത്തെറിച്ചു. നേരെ നോക്കിയപ്പോൾ കണ്ടത് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്ന അച്ചുവിനെയാണ്. പെട്ടെന്ന് അവൻ ചവിട്ടുകൊണ്ട് താഴേക്ക് വീണു. ബും! നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വിളിക്കരുതെന്ന്. അച്ചു: അമ്മച്ചി ഒന്ന് എഴുന്നേൽപ്പിക്കടാ. അമൽ അവന് നേരെ കൈ നീട്ടി. അച്ചു അവന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. അല്ലടാ, നീ ഇത് എന്ത് തെറിയാ വിളിച്ചേ? നീ ഇത് പഠിക്കാൻ പോന്നുണ്ടോ? എൻ്റെ പൊന്നോ, ഇത്ര ദേഷ്യത്തിൽ നീ എവിടെ പോവുക? അച്ചു അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എടാ, നീ എൻ്റെ സങ്കടം ഒന്ന് കേൾക്കണം, കിച്ചു ദയനീയമായി പറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. രാത്രി പറ, അപ്പോൾ സായുവും ഉണ്ടാവും, മനുവും ഉണ്ടാകും, അച്ചു പറഞ്ഞു. പുല്ല്, ഇനി രാത്രി വരെ കാത്തിരിക്കണമല്ലോ. ഭഗവാനെ, എൻ്റെ സങ്കടം. അല്ലടാ സായു, സോറി പറഞ്ഞ? കിച്ചു സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, രാത്രി ചോദിക്കാം, അച്ചു പറഞ്ഞു. ആ രാത്രിയാണേ? രാത്രി എങ്കിൽ ശരി മോനെ, നീ ഒരു കാര്യം ചെയ്യ്, പോയി ക്ലാസ് എടുക്ക്. കിച്ചു അവനെ പുച്ഛിച്ച് മുന്നോട്ട് നടന്നു. അല്ല, ഇവനിതെന്തു പറ്റി? ഇവൻ എന്തിനാ എന്നെ പുച്ഛിച്ചേ? പന്നത്തെണ്ടി. ആ, എന്തേലും ആവട്ടെ, രാത്രി ചോദിക്കാം. അച്ചുവും ക്ലാസ് റൂമും ലക്ഷ്യം വെച്ച് നടന്നു. പക്ഷേ ഈ സമയം നമ്മുടെ വാവച്ചിയുടെ മനസ്സിൽ രുദ്രന് ഒരു സ്ഥാനം ഉണ്ടായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് വാവച്ചിയുടെ ഉത്തരം ഓർത്ത് ചിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ വാവച്ചി, നീ ഒരു ഉത്തരം കൊണ്ട് ക്ലാസ്സിൽ ഫേമസ് ആയല്ലോടി. ശിവ താടിക്ക് കൈയും കൊടുത്തു പറഞ്ഞു. ശരിയാ, PK രാമദാസ് എന്ന വൻമരം, അത് കലക്കി ലച്ചു. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് മാതി ആണ്. എൻ്റെ പൊന്നോ, ഞാൻ ചിരിച്ചു ചത്തു. ഞാനും വയറു പൊത്തി നിന്ന് ചിരിച്ചു. ശരിയാടി, എനിക്കും അതാ ഇഷ്ടപ്പെട്ടത്. കൃത്യസമയത്തിന് ആ രുദ്രന് വന്നത് നന്നായി അല്ലേ? അവളെ ആ അമൽ സാർ നാറ്റിച്ചു കൊന്നേനെ. അനു ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാവാച്ചി ഒന്നും പറയണില്ല. സ്വഭാവം വെച്ച് ഒരു ആട്ട് കിട്ടേണ്ടതാണല്ലോ. ഞാൻ അവളെ നോക്കി, കൂടെ ശിവയും ലച്ചുവും അനുവും. ഇതെന്തുവാ ഇത്? ഇവൾ ഈ ലോകത്തെ അല്ല. എന്തോ ആലോചനയിലാണ്. ഇവൾക്കിത് എന്തു പറ്റി? ഡി, അവളെ ഞാൻ വിളിച്ചു. എവിടെ നിന്നാണെന്ന് അറിഞ്ഞതുകൂടിയില്ല. ഡി, ഞാൻ അവളെ തട്ടി വിളിച്ചു. അയ്യോ ഭൂതം! അതും പറഞ്ഞ് സ്വപ്നത്തിലെ പോലെ അവൾ ഞെട്ടി എഴുന്നേറ്റു. ഭൂതമല്ലടി, പ്രേതം. നീ ഇത് ഏത് ലോകത്താ ശിവ? അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. നമ്മുടെ ശ്രീയും ഏതോ സ്വപ്നലോകത്തിലാണ്. ആളിൻ്റെ അടുത്തു പോയി വന്നതിൽ പിന്നെ ഫുൾ ടൈം സ്വപ്നലോകത്തിലാണ്. അമ്മു, ഇത് അങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്തായാലും ശിവൻ പോട്ടെ, എന്നിട്ട് ചോദിക്കാം. ഒന്നുമില്ലേലും അവളുടെ ചേട്ടനല്ലേ. എടി ശ്രീ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? അയ്യോ, ഞാൻ പറയില്ല, അവൾ അലറി. ക്ലാസ്സിലെ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു. ഇതെന്താ സ്വഭാവം? ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഭഗവാനെ, കാലൻ! ഇതൊന്നും അറിയാതെ നമ്മുടെ ഗ്യാങ് കാര്യമായ ചർച്ചയിലാണ്.
ടീം സത്യം പറയടി, ഏട്ടൻ നിന്നെ വല്ലതും ചെയ്തോ? ഏട്ടൻ്റെ അടുത്തുനിന്ന് വന്ന മുതൽ നീ ഈ ലോകത്തല്ലല്ലോ. അല്ല, എന്ത് പറയൂലെന്നാ നീ പറഞ്ഞേ? ഷൂ ഷൂ മിണ്ടല്ലേ, ഞാൻ അവർക്ക് സിഗ്നൽ കൊടുത്തു. നീ മിണ്ടാതിരിയടി, സത്യം സത്യം പോലെ പറഞ്ഞ രണ്ടിനെയും വെറുതെ വിടാം. പറയടി ലച്ചു. എടി, ഞാൻ നിങ്ങളെ വിചാരിക്കും പോലെ സ്വപ്നലോകത്തൊന്നുമല്ല. ഞാൻ എന്നോട് പേര് ചോദിച്ച ആ രുദ്രനെ കുറിച്ച് ആലോചിച്ചതാ, വാവാച്ചി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൾ ഇത് ചളമാക്കും. ഞാൻ കാലനെ നോക്കി. കാലൻ നേരത്തെ നിന്ന അവിടെയില്ല. പിന്നെ പടച്ചോനെ, നിങ്ങൾ കാത്തോളി. കാലൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എൻ്റെ തൊട്ടടുത്ത് ഇരുന്നു. അതായത് ഞാൻ ജനൽ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ സൈഡ് വഴി വന്നു. അവൾമാർ ഇതൊന്നും അറിയാത്ത ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇനി അവരുടെ പപ്പും പൂടെ തിരിച്ചു കിട്ടിയ ഭാഗ്യം. ഓഹോ, നീ വീണില്ലേ? അടിപൊളി. ചേട്ടൻ നല്ല സ്വഭാവം, കണ്ടാലറിയാം. മാടപ്രാവിൻ്റെ ഹൃദയമാ. ഷോ എടി, നീ വേണേ നോക്കിക്കോ. പൊളിയാടി ശിവ. ഷേ നോക്കല്ലേ. എടി, ഇനി ഞാനൊരു സത്യം പറയട്ടെ വാവാച്ചി. ഇതിവിടെ നിർത്തിച്ചിട്ടില്ലെങ്കിൽ കയ്യിന്ന് പോവും. വേണ്ട, അതെന്താടി? ഞാൻ പറയും. അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവൾ എങ്ങനെ ഓക്കെ പറയും? നീ പറ. എടി, എനിക്ക് ഈ മാടപ്രാവിൻ്റെ ഹൃദയമുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടാ. പാവങ്ങളല്ലേ വാവാച്ചി. ഇത് പ്രശ്നമാകും. ഞാൻ അടുത്തുള്ള ശിവയെ തട്ടി വിളിച്ചു. എന്താടി? ഞാൻ കണ്ണുകൊണ്ട് പുറകിലോട്ട് നോക്കാൻ പറഞ്ഞു. കണ്ടു. അവൾ കണ്ടു. എക്സ്പ്രസ് കണ്ട അറിയാം. എടി, ഈ ആഗോളതാപനം എന്നാലെന്താ? ശിവ രക്ഷപ്പെടാനുള്ള വഴി നോക്കിയാണ്. ആഗോളതാപനോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാ അവളുടെ ചേനക്കാര്യം. നീ പോടി. എടി ലച്ചു, രുദ്രൻ്റെ കൂടെ വന്ന അനന്തു ഏട്ടനെ കണ്ടോ? ആ താടിയും മുടിയും. ഊഫ്, ആ ചേട്ടൻ രുദ്രേട്ടനെ കൂടെയല്ലേ? അങ്ങേർക്ക് മാടപ്രാവിൻ്റെ സ്വഭാവമാവും. നീ ഒരു കൈ നോക്കുന്നു. എടി, എനിക്ക് ഈ മാടപ്രാവിൻ്റെ ഹൃദയമുള്ള ആളെ ഒന്നും ഇഷ്ടമല്ല. ഒന്ന് കിട്ടിയ രണ്ട് കൊടുക്കുന്നവരെയാ എനിക്കിഷ്ടം. ഇത് വെറും പൈങ്കിളി ചെക്കന്മാരെ എനിക്കിഷ്ടമല്ല. ഭഗവാനെ, ഇത് കൈവിട്ടു പോയി. എടി, എന്തുവാ ഇത്? നീയൊക്കെ എന്തിനാ വരണേ? പഠിക്കാനോ അതോ പ്രേമിക്കാനോ? എന്തോ? എങ്ങനെ? ക്രോസ്. ഭഗവാനെ, ഇവര് തിരിഞ്ഞു നോക്കിയിരിക്കുന്നില്ലല്ലോ. കേട്ടോ ലച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ ഇവളുടെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ അവസാനത്തെയും പ്രേമം? ഈശോയെ, നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയെങ്കിലും ഞാൻ ചാവാൻ പോവാണ്. ഇതിലും വലിയ നാറൻ സ്വപ്നത്തിൽ മാത്രം. പിന്നെ അത് മറക്കാൻ പറ്റുമോ? ഇവൾ പോയി ഇഷ്ടം പറഞ്ഞു. അവനാണോ വേറെ പെണ്ണിനെയും ഇഷ്ടം? അവൾക്കാണേ വേറെ ചെക്കനെ. കൊല്ലടി എന്നെ. ഞാനൊന്ന് പാളി കാലനെ നോക്കി. ഭഗവാനെ, ഇതെന്ത് ഭാവം? ശിവൻ. ഭഗവാന്റെ 3 കണ്ണും തുറന്നാലുള്ള അതേ മുഖം. ഞരമ്പ് ഒക്കെ വലിഞ്ഞു മുറുകി ഇരിപ്പുണ്ട്. എടി, ഈ ഓസോൺ പാളിയാൽ ഇപ്പോഴും വിള്ളൽ വീഴാറുണ്ടോ? പാവം ശിവൻ എന്നെ രക്ഷിക്കാനുള്ള കഠിനമായ പ്രയത്നത്തിലാണ്. നീ എന്താടി? വാവാച്ചി തിരിഞ്ഞു നിന്ന് ശിവയെ തെറി പറയാൻ നടക്കുമ്പോഴാണ് കാലൻ കണ്ടത്. കൂടെ അനുവും ശ്രീയും ലച്ചുവും. നീ എന്താടി? ഞെട്ടാതെ ശ്രീ. ഞാൻ ഒരു തവണ ഞെട്ടിയതാ. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടൽ. എനിക്ക് വട്ടൊന്നുമില്ല. ഞാൻ തീർന്നു എന്ന അവസ്ഥയിൽ പറഞ്ഞു. കഴിഞ്ഞോ കാലൻ? അത് സാർ, ഞാൻ നിന്ന് വിക്കി. ദേൻ. കാലൻ എന്തോ പറയാൻ വന്നതും ബെല്ലടിച്ചു. കുട്ടികളൊക്കെ ഞങ്ങളെ നോക്കി പുറത്തേക്ക് നടന്നു. ഞങ്ങൾ കിട്ടിയ അവസരത്തിൽ ഇറങ്ങി ഓടി. ആ ബെല്ലടിച്ച പിയൂൺ ചേട്ടനെ ഞങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ പ്രതീകം. ഛേ,
നീയൊക്കെ എന്തൊക്കെയാണടി വിളിച്ചു പറഞ്ഞേ? ആ മനുവിൻ്റെ കാര്യം പറയേണ്ട എന്താവശ്യമായിരുന്നു? ഓടി ബസ് സ്റ്റാൻഡിലെത്തിയതും ഞാൻ ചോദിച്ചു. അത് പിന്നെ ഒരു ഓളത്തിന് കൊറാസ്. ആ ആട്ട് എവിടെന്ന് വന്നു? ഞാൻ നോക്കുമ്പോൾ മുന്നിൽ ഉറിഞ്ഞു തുള്ളി നിൽക്കുന്ന ശിവ. പന്നികളെ, നിങ്ങൾ ഒക്കെ രക്ഷപ്പെട്ട് ഇനി വീട്ടിൽ എത്തുമ്പോൾ എൻ്റെ കാര്യം ഗുദാഗവ. ശിവ: സോറി അടി, നിങ്ങൾ ഒരു ക്ലൂ പോലും തന്നില്ലോടി ലച്ചു. ഞാൻ കണ്ണുകൊണ്ട് കാണിച്ച് തന്നതല്ലോടി. ഞങ്ങൾ കണ്ടില്ല. കാണില്ല. ലോകകാര്യം ചർച്ച ചെയ്യുമല്ലായിരുന്നോ? ഇനി കാലൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? പോട്ടെ, സാരമില്ല, നീ വിഷമിക്കണ്ട. നിനക്കൊന്നും പറ്റില്ല. എനിക്കൊന്നും പറ്റില്ല. പറ്റുന്നത് നിനക്കാ. എനിക്കോ? ബാക്കിയുള്ളവർ എന്നെ സംശയത്തോടെ നോക്കി. അതും എനിക്ക് ഒന്നും പറ്റില്ല. അയാളുടെ മുന്നിൽ എൻ്റെ വില പണ്ടേ പോയതാ. ഞാൻ ഒന്നും നിർത്തി. അന്നത്തെ ഉമ്മിക്കൽ ആലോചിച്ച് ഒന്ന് നെടുവീർപ്പിട്ടു. പക്ഷേ നീ കാരൻ എന്തായാലും ഇത് പോയി അളിയനോട് പറയും. അപ്പോൾ പണി കിട്ടുന്നത് നിനക്കാ. അളിയൻ നിന്റെ കോയിത്തരം അറിഞ്ഞാൽ പിന്നെ ഈ ജന്മം മുഴുവൻ നീ പുറകെ നടക്കേണ്ടി വരും. എടി, പക്ഷേ അവൾ എന്തോ പറയാൻ വന്നതും ബസ് വന്നു. ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ഫ്ലാറ്റിലെത്തിയതും നേരെ പോയി കിടന്നു. ഡേ, കയറി കിടക്കല്ലേ വാവാച്ചി. ഞാൻ അവളെ സംശയത്തോടെ നോക്കി. എന്താണ് മക്കളെ സീനിയർ ചേച്ചിമാർ പറഞ്ഞത്? മറന്നോ? സാരി വാവാച്ചി ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. വീട്ടിൽ വരുമ്പോൾ സാരി പോയിട്ട് ചുരിദാർ പോലും എടുത്തിട്ടില്ല. എടി നേരാ, നമ്മുടെ കയ്യിൽ സാരി ഒന്നുമില്ലല്ലോ. ഇനി വാട്ട് ടു ഡു? വാ, പോയി വാങ്ങാം. ബാങ്കിൽ പൈസ ഇല്ലേ? ശരിയാ, പക്ഷേ അച്ഛനെ വിളിച്ചു പറയണം. അങ്ങനെ കാര്യങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാരെയൊക്കെ വിളിച്ചു കാര്യം പറഞ്ഞു. അവർക്ക് ഓക്കെയും പറഞ്ഞു. വേഗം വാടി, രാത്രിക്ക് മുമ്പ് തിരിച്ചെത്തണം. എന്തൊക്കെയോ ഉണ്ട് എഴുതാൻ. ഞങ്ങൾ റെഡിയായി വാവച്ചിയെ കാത്ത് നിൽക്കുകയാണ്. ലച്ചു വിളിച്ച് കൂവിയപ്പോൾ അവളും ഇറങ്ങി വന്നു. ഫ്ലാറ്റ് പൂട്ടി നേരെ ബാങ്കിലേക്ക് വിട്ടു. ഞങ്ങൾ വന്ന് അതേ വണ്ടിയിൽ തന്നെ. പിന്നെ കോളേജിൽ പോകുമ്പോൾ വണ്ടി എടുക്കരുതെന്ന മോളിന്ന് ഉള്ള ഉത്തരവ്. മനസ്സിലായോ? പോരാളികളുടെ ഉത്തരവ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നേരെ മാളിലേക്ക് വിട്ടു. മാളിൽ അത്യാവശ്യം നല്ല കടയിൽ കയറി. എടി, എന്ത് സാരിയാ? സെറ്റ് പോരെ? സാരി പോരെ? നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോവാം. ഞാൻ ഒരു അമ്പലം വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സെറ്റ് സാരി തന്നെ വേണോ? ഏതേലും ഇഷ്ടപ്പെട്ടത് എടുത്തോ. ഓക്കെ റോസ്. ഞങ്ങൾ കുറേ തിരഞ്ഞ് അവിടെയുള്ള മുഴുവൻ സാരിയും വലിച്ചു വാരിയിട്ടു. ഡി, എനിക്ക് ഇത് മതി. ഞങ്ങൾ അനു പറഞ്ഞത് കേട്ട് അങ്ങോട്ട് നോക്കി. ഒരു അടിപൊളി സെറ്റ് സാരി. ഇത് ഞാൻ കണ്ടില്ലല്ലോ ഭഗവാനെ. അങ്ങനെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട സാരികളും റെഡിമെയ്ഡ് ബ്ലൗസും വാങ്ങി ഫുഡ് ഏരിയയിലേക്ക് പോയി. എനിക്കൊരു പിസ്സ മതി. അയ്യോ, അത് മതിയോ? വല്ലപ്പോഴും മല്ലടി, പ്ലീസ്. അങ്ങനെ എല്ലാവരും പിസ്സ തന്നെ ഓർഡറാ. അതും കഴിഞ്ഞപ്പോൾ 7:30 സമയം പോയതറിഞ്ഞില്ല. വേഗം ബില്ല് പേ ചെയ്ത് വേഗം ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ഫ്ലാറ്റിലെത്തിയപ്പോൾ സമയം 8:30. പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവരും മേശസമ്മേളനം തുടങ്ങി. എടി, ഇതിൻ്റെ ഉത്തരം അല്ലേ? അതെ, എനിക്ക് അതാ കിട്ടിയേ. അവൾക്ക് അത് കിട്ടിയെങ്കിലും ഉത്തരം ശരിയാവും മനു. നോട്ട് മുഴുവൻ എഴുതി കഴിഞ്ഞപ്പോൾ സമയം 10 മണി. നോട്ട്, പേന, 10 മണി അന്തസ്. അതും പറഞ്ഞ് വാവച്ചി നേരെ പോയി കിടന്നു. കൂടെ ഞങ്ങളും. നാളത്തെ ദിവസം ഞങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസുകൾ അറിയാതെ